ചെറുപുഴ കേബിൾ നെറ്റ്വർക്ക് വാർഷിക പൊതുയോഗം. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ കേബിൾ നെറ്റ്വർക്ക് വാർഷിക പൊതുയോഗം നല്ലോമ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് പി സുരേഷ് അധ്യക്ഷത വഹിച്ചു. നിരവധി കമ്പനികളുടെ ഷെയർ ഹോൾഡർമാരാണ്. നമ്മുടെ അനുഭവമാണ് നമ്മളെ പരുവപ്പെടുത്തി പാകപ്പെടുത്തി ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരാണ്. നമ്മളുടെ ഏജിയമാണ് നടക്കുന്നത്. കോട്ടും സൂട്ടും ഷൂവൊന്നും ഇല്ലെങ്കിൽ മുണ്ടും നമ്മൾ സാധാരണ കുപ്പായിട്ട് നമ്മൾ നാടൻ കമ്പനിയുടെ നാടൻ ഷെയർ ഹോൾഡർമാരായിട്ട് വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ ഈ നാടിൻ്റെ ഒരു മുഖമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ അങ്ങനെ പരുവപ്പെടുത്തിയെടുത്തത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ, നമ്മൾ ഇൻഡസ്ട്രിയിൽ അനുഭവിച്ചിരിക്കുന്ന നിരവധി വിഷയങ്ങൾ, ഗെയിനും ഷോപ്പും ആംപ്ലിഫയറും ഇടിയും മിന്നലും കാലാവസ്ഥയും അങ്ങനെ KSE ഒക്കെ നിരവധി സംവിധാനങ്ങൾ നമ്മളെ പരുവപ്പെടുത്തിയെടുത്തിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്നത്. സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെയാണ് എല്ലാ വീടുകളും നമ്മൾ ഈ പറഞ്ഞ വീടുകളിലേക്ക് ഇത്രയും നമ്മൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യത നമ്മൾ സർവീസ് കൊടുക്കുമ്പോൾ ഇപ്പം തിരുവനന്തപുരത്തെയോ അല്ലെങ്കിൽ കൊച്ചിയിലെയോ ഡൽഹിയിലെയോ ഒക്കെ ആളുകൾക്ക് ലഭ്യമാവുന്ന സർവീസ് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ആളുകൾക്ക് ഈ ചുരുങ്ങിയ തരത്തിൽ കൊടുക്കുന്നതാണ്. നമ്മളിപ്പം നമ്മുടെ റേറ്റിൽ എങ്ങനെ നോക്കിയാലും 300 രൂപയ്ക്ക് മുകളിലൊന്നും വരില്ല എന്നാണ് എൻ്റെ ഒരറിവ്. അത് ചിലപ്പോൾ 270 മാക്സിമം 300 നമ്മൾ മേടിക്കുന്നത്. ഡിജിറ്റൽ സേവനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളൊന്ന് ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും വില്ലേജ് ഓഫീസിൽ പോകേണ്ടതില്ല. ഈ ഹെൽത്ത് സർവീസ് അടക്കമുള്ള കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിലേക്ക് വന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് കേരള ഗവൺമെന്റ് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ബ്രോഡ്ബാൻഡ് സർവീസ് കൊടുക്കണം അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമൊക്കെയാണ് കേരളം. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഈ നാട്ടിൽ, ഈ സംസ്ഥാനത്ത് റൂറൽ ഇന്റർനെറ്റ് പെനിട്രേഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മളാണ്. അത് ഈ പല രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് നമ്മളുണ്ട്. നമ്മളെ 350-400 രൂപ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അവിടെയാണ് ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആളുകൾ ഈ സർവീസ് കൊടുക്കുന്നത്. എന്നാൽ അതിന് അനുസരിച്ചുള്ള ഒരു പരിഗണനയൊന്നും നമുക്ക് ഗവൺമെന്റ് തലത്തിലൊന്നും ലഭ്യമാകുന്നില്ല. CCNet MD ആൽബി സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ, MR രജീഷ്, AV ശശികുമാർ, M വിനീഷ് കുമാർ, VV മനോജ് കുമാർ, NS സന്തോഷ് കുമാർ, K ജദീബ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ചെറുപുഴയിലെ മാധ്യമപ്രവർത്തകൻ TP മനോജിന്റെ ചികിത്സാ സഹായത്തിനായി തുക ഭാരവാഹികൾക്ക് കൈമാറി. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.